വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശയ്യാ 13-ാം അധ്യായം ബാബേലിനെതിരായ പ്രവചനമാണെങ്കിലും ഇത് അന്ത്യവിധിയെയും യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിനെയും കുറിച്ച് യേശുവിന് 700 വർഷം മുമ്പുള്ള ഏറ്റവും ആദ്യത്തെ പ്രവചനമായി കണക്കാക്കപ്പെടുന്നു. ഇതാ, കർത്താവിൻ്റെ ക്രൂരമായ ദിനം ആസന്നമായിരിക്കുന്നു. ഭൂമിയെ ശൂന്യമാക്കാനും പാപികളെ നശിപ്പിക്കാനും കോപത്തോടും ക്രോധത്തോടും കൂടെ അത് വരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശിയും പ്രകാശം തരികയില്ല. സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടുപോകും. ചന്ദ്രൻ പ്രകാശം പൊഴിക്കുകയില്ല. ലോകത്തെ അതിൻ്റെ തിന്മ നിമിത്തവും ദുഷ്ടരെ അവരുടെ അനീതി നിമിത്തവും ഞാൻ ശിക്ഷിക്കും. അഹങ്കാരിയുടെ ഔദ്ധ്യത്യം ഞാൻ അവസാനിപ്പിക്കും. നിർദ്ദയന്റെ ഗർവ് ഞാൻ ശമിപ്പിക്കും. യേശയ്യാ 13-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഈ തിരുവചനങ്ങൾ പുതിയ നിയമത്തിൽ പ്രകാരം കാണുന്നു. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും. ചന്ദ്രൻ പ്രകാശം തരികയില്ല. നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിപതിക്കും. ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ മാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടെ കൂടെ വരുന്നത് കാണുകയും ചെയ്യും. വിശുദ്ധ മത്തായി 24-ാം അധ്യായം 29-30 തിരുവചനങ്ങൾ. യേശയ്യാ 14-ാം അധ്യായം ബാബേലിന്റെ രാജാവിനെതിരായ പ്രവചനമാണ്. ഇസ്രായേലിന്റെ ദൈവം വീണ്ടും കരുണയോടെ സ്വീകരിക്കും. അവർ സ്വന്തം ദേശത്ത് സ്ഥിരപ്പെടും. ബാബേലിന്റെ രാജാവിന്റെ അഹങ്കാരം തകർന്നു. അവൻ ശവകുടീരത്തിലേക്ക് വീഴും. പ്രഭാതപുത്രൻ എന്നറിയപ്പെടുന്ന ലൂസിഫറിന്റെ വീഴ്ച ഇവിടെ പ്രതിപാദിക്കുന്നു. ലോകത്തെ അടിച്ചമർത്തിയിരുന്ന ബാബേൽ ദൈവത്തിന്റെ വിധിയാൽ നശിക്കും. ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരിക്കുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി? ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും. ഞാൻ അത്യുന്നതനെ പോലെ ആകും. എന്നാൽ നീ പാതാളത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. യേശയ്യാ 14-ാം അധ്യായം 12-15 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.